അളിയൻ നിയമന വിവാദത്തിൽ മന്ത്രി സണ്ണി ജോസഫ് ഇപ്പോൾ ഒരു വെടുപ്പ് ന്യായീകരണവുമായി വന്നിട്ടുണ്ട്. ഞാനേ എൻ്റെ അളിയനെ എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ എൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിട്ട് 1,50,000 രൂപ ശമ്പളവും കൊടുത്ത് നിയമിച്ചതേ അത് അളിയനായിട്ടല്ല, എൻ്റെ സഹോദരിയുടെ ഭർത്താവായിട്ടാണത്രേ. അളിയൻ വേറെ, സഹോദരിയുടെ ഭർത്താവ് വേറെ. അളിയനെക്കുറിച്ച് നന്നായിട്ട് എനിക്ക് അറിയാമെന്നുള്ളത് കൊണ്ട് അതിന് കാരണമെന്ന് വെച്ചാൽ അനിയത്തിയെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അളിയനെക്കുറിച്ച് നല്ലതായിട്ട് അറിയാതിരിക്കാൻ പറ്റൂ? കാര്യങ്ങളെല്ലാം ഞാൻ വിശദമായി പഠിച്ചിട്ട് തന്നെയാണ് അനിയത്തിയെ കെട്ടിച്ചു കൊടുത്തത്. അതുകൊണ്ട് ഞാൻ അളിയനല്ല ജോലി കൊടുത്തത്, അനിയത്തിയുടെ ഭർത്താവിനാണ് അത്രേ. ഇതേ കേട്ടെ, ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, അത് ദൗർഭാഗ്യകരമായൊരു വിവാദമാണ്. അത് എൻ്റെ ഒരു ബന്ധു എന്ന നിലയിലല്ല അതിൻ്റെ അടിസ്ഥാനം. ഇവിടെ വ്യക്തമാക്കിയതാണ്. ഒന്ന്, ഈ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് അതിനെന്തെങ്കിലും പ്രത്യേകമായ യോഗ്യതാ മാനദണ്ഡമോ അയോഗ്യതാ മാനദണ്ഡമോ നിയമപരമായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. അതിൽ പകുതിയിൽ കൂടുതൽ ആളുകൾ സർക്കാരിൻ്റെ ഡെപ്യൂട്ടേഷനിലായിരിക്കണം എന്നതാണ് ഒരു നിബന്ധനയുള്ളത്. അല്ലാതെ അതിനേതെങ്കിലും ആളുകൾ അയോഗ്യരാണ് എന്ന യാതൊരു വ്യവസ്ഥയുമില്ല. പിന്നെ ഇതിന് ഒരു അപേക്ഷ സ്വീകരിച്ച് ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്ത് ടെസ്റ്റും ഇൻ്റർവ്യൂ നടത്തി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് നടത്തുന്ന ഒരു നിയമനമല്ല. ഇതിലേക്കൊരു ആപ്ലിക്കേഷനും കോൾ ഫോർ ചെയ്തിട്ടില്ല, ഇതിനൊരു ടെസ്റ്റ് നടത്തിയിട്ടില്ല, ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടില്ല. ഇത് കൺസേൺഡ് മിനിസ്റ്റർ അദ്ദേഹത്തിൻ്റെ ആലോചനയിൽ അദ്ദേഹത്തിന് സ്വീകാര്യമായ അദ്ദേഹത്തിൻ്റെ ഓഫീസ് പ്രവർത്തനത്തിന് സഹായിക്കുന്ന വ്യക്തിയാണ്. ഈ വ്യക്തി എൻ്റെ റിലേറ്റീവ് ആണെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. ആ റിലേറ്റീവ് എന്നുള്ളതാണോ കട? എനിക്ക് അനുജനുണ്ട്, വേറെ അനുജനുണ്ട്, വക്കീലായ അനുജനുണ്ട്. അവനെയല്ല വെച്ചത്. ഞാൻ വെച്ചത് 2 ടൈം പഞ്ചായത്ത് പ്രസിഡന്റ്, നിലവിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി, ഇരിട്ടിയിലെ എല്ലാ പാർട്ടിക്കാരുമുള്ള ഇരിട്ടി മഹാത്മാഗാന്ധി പോസ്റ്റ് ഗ്രാജുവേഷനുള്ള കോളേജിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി, എൻ്റെ ചീഫ് ഇലക്ഷൻ ഏജൻറ്റ്. ഞാൻ ഇലക്ഷന് കൗണ്ടിങ്ങിന് പോയിട്ടില്ല. ഞാൻ കൗണ്ടിങ് ഡേയിൽ ഞങ്ങളെല്ലാവരും തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ കൗണ്ടിങ്ങിന് പോകാതെ എൻ്റെ കാര്യങ്ങൾ, ഇലക്ഷൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് എൻ്റെ ചീഫ് ഏജൻ്റായിട്ട് പ്രവർത്തിച്ച നല്ല ക്യാരക്ടറുള്ള, നല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിലെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള, ഒരു വിവാദത്തിനും വഴി കൊടുക്കാത്ത കഴിവുള്ള, ബുദ്ധിയുള്ള, എനിക്ക് കൂടി സ്വീകാര്യതയുള്ള, വിശ്വാസമുള്ള ഒരാളാണ് ബെന്നി തോമസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വെച്ചത്. കേട്ടില്ലേ? നമുക്ക് ഇങ്ങനെയും വ്യാഖ്യാനിക്കാം. ഇത് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യവും ശരിയാണ്. കാര്യം കണ്ണൂരിലെ DCC അംഗമാണ്, പഞ്ചായത്ത് പ്രസിഡന്റാണ്. കാര്യം ഇങ്ങനെ ഈ നാട്ടിൽ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഉള്ളവരില്ല. നമ്മൾ ഓരോരുത്തരെ ഇത്രയും കാലം അധിക്ഷേപിച്ചുകൊണ്ടിരുന്നു. മുഹമ്മദ് റിയാസ് മന്ത്രിയായത് പിണറായിയുടെ മരുമോനാണെന്ന്. കാര്യം എങ്ങനെയാണ് റിയാസ് പാർട്ടിയിലേക്ക് വന്നതെന്ന് നാട്ടുകാർക്ക് അറിയാമായിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മൾ സംഖ്യകൾ ഉണ്ടാക്കിയ ഒരു കഥ വെച്ച് നമ്മൾ മറ്റുള്ളവരെ ആക്ഷേപിച്ചിട്ട് നമ്മൾ അവസരം വരുമ്പോൾ എന്ത് ചെയ്യും? ഡയറക്റ്റായിട്ട് ഇന്നലകളിൽ എൻ്റെ സഹോദരിക്ക് വേണ്ടി കണ്ടെത്തിയ ഭർത്താവിന് ജോലിയും കൂലിയും ഇല്ലാതെ നടക്കുകയാണ്. സഹോദരിയുടെ വീട്ടിലെ കാര്യം പ്രശ്നമാണ്. അത് നോക്കാൻ ഒരു സഹോദരന് ബാധയില്ലേ? സ്വാഭാവികമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? അളിയനായിട്ടല്ല 1,50,000 രൂപയുടെ ജോലി കൊടുത്തത്. അത് അനിയത്തിയുടെ ഭർത്താവ് എന്നുള്ള നിലയ്ക്കും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. കാര്യം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എങ്ങനെയാണ് ആയത്? അത് ഞാൻ KPCC പ്രസിഡന്റ് ആയിരിക്കും, പിന്നെ എൻ്റെ അളിയനല്ല, പിന്നെ വേറെ ആരെങ്കിലും പിടിച്ചാക്കാൻ പറ്റുമോ? അളിയനെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി, അളിയനെ ഞാൻ DCC സെക്രട്ടറി ആക്കി, എന്നിട്ട് ഞാൻ തന്നെ മന്ത്രിയായിരിക്കുമ്പോൾ എന്റെ അളിയനെ അല്ലാതെ അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരുടെയോ അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസ് പ്രവർത്തകരുടെ അളിയനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്റെ പേഴ്സണൽ സ്റ്റാഫ് വയ്ക്കാൻ പറ്റൂ? കാര്യങ്ങളൊക്കെ നീക്കുപോക്ക് ഉണ്ടാവണമെങ്കിലും കാര്യങ്ങളെല്ലാം സേഫായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും വിശ്വാസ്യതയുള്ള ഒരാളും എനിക്ക് ഏറ്റവും അറിയാവുന്ന ഒരാൾ തന്നെ വേണം. അതുകൊണ്ട് അളിയനെ നിയമിച്ചു. ഇതല്ലാതെ മറ്റെന്താണ് കാര്യം? എന്തായാലും നമ്മുടെ മാധ്യമങ്ങളെല്ലാം ക്ലീൻ ഇമേജ് എന്നൊക്കെ പേരിൽ ചിലരെയൊക്കെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്നവരെല്ലാം ഈ വെളുക്ക ചിരിച്ചുകൊണ്ട് അണ്ടർഗ്രൗണ്ടിൽ കൂടെ ചെയ്യുന്ന പണി എന്താണെന്ന് നാട്ടുകാർ മനസ്സിലാക്കുക. അളിയനെ ഉളുപ്പില്ലാതെ നിയമിച്ചിട്ട് അതിനെ കിടന്ന് ന്യായീകരിച്ച് മെഴുകുമ്പോൾ നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ ആരാണ് ഈ ബന്ധു നിയമനങ്ങളുടെ ആളെന്ന് നോക്കിയാൽ മതി. ഇപ്പൊ തന്നെ മന്ത്രിസഭയിൽ മുരളീധരൻ ആരാണ്? അപ്പന്റെ ലേബലിൽ വന്ന് മന്ത്രിയായി. ഇതുവരെ പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല, കൊടി കെട്ടിയിട്ടില്ല, മതിലെഴുതാൻ പോലും പോയി നിന്നിട്ടില്ല. അതുപോലെ തന്നെ അനൂപ് ജേക്കബ് ആരാണ്? TM ജേക്കബിന്റെ മകനാണ്. ഷിബു ബേബി ജോൺ ആരാണ്? ബേബി ജോണിന്റെ മകനാണ്. ആരാണ് ചീഫ് വിപ്പ്? അപ്പു ജോസഫ്. അത് PJ ജോസഫിന്റെ മകനാണ്. ആരാണ് ചാണ്ടി ഉമ്മൻ? ഉമ്മൻചാണ്ടിയുടെ മകനാണ്. ആരാണ് ഉമാ തോമസ്? അത് PT തോമസിന്റെ ഭാര്യയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുടുംബവാഴ്ചയുടെയും ബന്ധു നിയമനങ്ങളുമായിട്ടൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് നാണമുണ്ടോ ഇതൊക്കെ വന്ന് ചോദിക്കാൻ എന്നുള്ള നിലയ്ക്കാണ് ഈ നാട്ടിലെ പൊതുസമൂഹത്തെ മുഴുവൻ അപഹസിച്ചുകൊണ്ട് ഇങ്ങനെ നിയമനം നടത്തിയിട്ട് അതിനെ വെടുപ്പിന് ന്യായീകരിക്കുന്നത്.